ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ആയിൽ കരിയിലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഇന്ന് ഘോഷയാത്രയാണ് കേട്ടോ. അപ്പോൾ ആ ഘോഷയാത്ര നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഞങ്ങൾ കീളിയോട് ജംഗ്ഷനിലുള്ള ഒരു കെട്ടിടത്തിന് മേളിൽ കയറി നിന്നിട്ടായിരുന്നു ഘോഷയാത്രയ്ക്ക് വേണ്ടി കാണാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് തിരക്കാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏത് ടൈമിലായിരുന്നു ഘോഷയാത്ര കൂടുന്ന സമയത്ത് റോഡിൻ്റെ ഇരു സൈഡിലും ആൾക്കാരെ കൊണ്ട് നിറയും. ഇത് അവിടെയുള്ള കുഞ്ഞു കുട്ടികൾ ഒരു കൈകൊട്ടിക്കളിയായിട്ട് നടത്തുന്നതാണ് കേട്ടോ. അവർ വളരെ ഭംഗിയായിട്ട് തന്നെ ഡാൻസ് കളിച്ചു. വളരെ പ്രശസ്തിയായ ക്ഷേത്രമാണ് കേട്ടോ ആയൽ കരിയിലക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. തിരുവനന്തപുരത്ത് നിന്ന് 22 കിലോമീറ്ററും നെയ്യാറ്റിങ്കര നിന്ന് 5 കിലോമീറ്ററും അരുവിപ്പുറത്ത് നിന്ന് 1 കിലോമീറ്ററും അകലെയായിട്ട് നെയ്യാറിൻ്റെ തീരത്തായിട്ടാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവഗിരി തീർത്ഥാടന സമയത്ത് അരുവിപ്പുറത്ത് വരുന്ന തീർത്ഥാടകരിൽ പലരും ആയൽ ക്ഷേത്രം കൂടെ ദർശിച്ചതിന് ശേഷമാണ് തിരിച്ചു പോകാറുള്ളത് കേട്ടോ. ഇവിടെ ഭയങ്കര ഉത്സവവും അല്ലെങ്കിൽ ദേവി എഴുന്നള്ളിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നു. ഈ കണ്ടില്ലേ തൊട്ടടുത്തുള്ള ഒരു കട, എനിക്ക് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. ഫിഷ് മാർക്കറ്റ് തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ആൾക്കാരിപ്പോൾ വാങ്ങാനായിട്ട് നിൽക്കില്ല. എന്തായാലും അവരെന്താണ് അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് എനിക്കറിയില്ല. അവരുടെ കച്ചവടമാണ്, അത് ശരി തന്നെയാണ്. പക്ഷേ ഇവിടെ ഉത്സവം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഘോഷയാത്ര ഇങ്ങനെ പോകുമ്പോഴത്തേക്കും എന്തായാലും അവിടെ നിന്ന് ആൾക്കാർ വാങ്ങുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. എന്തായാലും നടക്കട്ടെ. കുംഭമാസത്തിലെ ശിവരാത്രി കഴിഞ്ഞു വരുന്ന ഏകാദശി ദിവസമാണ് ഉത്സവത്തിൻ്റെ തുടക്കം. തുടക്കത്തിൻ്റെ അന്ന് ആനകമ്പടിയോടെ ദേവി എഴുന്നള്ളിച്ച് ഭക്തജനങ്ങൾക്കൊപ്പം അരുവിപ്പുറത്തെത്തി പിതാവിനെ വണങ്ങി അണിയിച്ചൊരുക്കിയ രാജവീതിയിലൂടെ 10,000-കണക്കിന് ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങി മടങ്ങാറാണ് പതിവ്. പെരുമ്പഴുതൂരിൽ നിന്നാണ് ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഉച്ച മുതലേ അവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് തന്നെ അവിടെ രാവിലത്തെ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ആ നാട്ടിലെ എല്ലാവർക്കും വന്ന് കഴിക്കാൻ പാകത്തിന് അവിടെ ഒരുക്കാറുമുണ്ട്. ജാതി മതഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ചാണ് ഈ ആഘോഷത്തിൽ പങ്കുചേരാറുള്ളത്. അവിടെ ഒരു ഇന്ന ജാതിക്കാരെന്നോ അല്ലെങ്കിൽ ഇന്ന മതക്കാരാണെന്നോ അങ്ങനെ ഒരു വേർതിരിവും അവിടെ കാണിക്കാറില്ല. ചെറുപ്പത്തിൽ എൻ്റെ ഡാൻസിൻ്റെ അരങ്ങേറ്റം കുറിക്കുന്നത് ഈ ആയിൽ ക്ഷേത്രത്തിൽ വെച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല ഓർമ്മകളൊക്കെ മനസ്സിൽ ഉണ്ട്. ഘോഷയാത്രയെന്ന് വെച്ചാൽ എനിക്ക് ശിങ്കാരിമേളം ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് ശിങ്കാരിമേളം കേൾക്കുമ്പോൾ തന്നെ അതിനൊപ്പം ഒന്നൊരു തുള്ളാൻ തോന്നും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം.
ഞങ്ങൾ ചെറുപ്പത്തിൽ ഇതുപോലെ ഈ ഘോഷയാത്ര കാണാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, അയ്യോ പെൺകുട്ടികളായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുപോലെ ആൺപിള്ളേർ കളിക്കും പോലെ ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റാത്തത്, അവരൊക്കെ കണ്ടില്ല എന്ത് സന്തോഷത്തോടെയാണ് ഡാൻസ് കളിച്ച് നടക്കുന്നതെന്ന്. പക്ഷേ ഇന്ന് അതൊക്കെ മാറി. ഇപ്പോൾ ആൺപെൺ വ്യത്യാസമില്ലാതെ ആർക്കും ഏത് ആഘോഷത്തിലും പങ്കെടുക്കാനും അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ ഒരുപാട് പറ്റുന്നുണ്ട്. ഈ ഘോഷയാത്ര പെരുമ്പഴുതൂരിൽ നിന്ന് തുടങ്ങി കീളിയോട്, പന്താവിള, മാമ്പഴക്കര, പെരുങ്കിടവിള വഴി അയിരൂർ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. പിന്നെ ഈ ഘോഷയാത്ര കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വിഷമം തോന്നി. കാരണം ഈ ജനങ്ങളൊക്കെയും റോഡിന് രണ്ട് സൈഡിലും കൂടി അവർക്കാണെങ്കിൽ ഒന്ന് കളിക്കാൻ പോലും ഒരു ഗ്യാപ്പ് കൊടുക്കാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അവർക്ക് നല്ല രീതിക്ക് ഒന്ന് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരാൾക്ക് പോകാനുള്ള ഒരു വഴി മാത്രമാണ് അവിടെ നിന്ന് കിളിയൂർ ജംഗ്ഷനിൽ നിന്ന് മേളിലോട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മുൻ മെമ്പർ ലിജീഷ് സാറ് അവിടെ നിന്നിട്ട് ജനങ്ങളോടത്തൊക്കെ ബാക്കിലോട്ട് ഇറങ്ങി നിൽക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എത്ര തന്നെ പറഞ്ഞാലും അവരൊന്നും മനസ്സ് വയ്ക്കണ്ടേ ബാക്കിലോട്ട് ഇറങ്ങണമെന്ന്. അപ്പോൾ അങ്ങനെ ആരും തയ്യാറാകുന്നില്ല. കാരണം എല്ലാവർക്കും ആദ്യം കാണണം, എനിക്ക് കാണണം, മറ്റുള്ള മുമ്പിൽ നിൽക്കുന്നവർക്ക് മാത്രം കണ്ടാൽ മതിയോ, അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരിക്കുമല്ലോ എല്ലാവർക്കും. അതിപ്പോൾ നമ്മൾ നിന്നാലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇവർ കളിക്കുന്ന കണ്ടില്ലേ, ഇവർ തലയിൽ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് കളിക്കുന്നത് കേട്ടോ. ഇത് തൊട്ട് മുന്നത്തെ സ്ഥലത്ത് അവർ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടുകാർ അപ്പോൾ കുറച്ച് മാറിയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ആ വിഷ്വൽ നല്ല രീതിയിൽ അവർ കളിക്കുന്നത് അതൊക്കെ നല്ല രീതിയിൽ അവർക്ക് കാണാൻ പറ്റി. പക്ഷേ ഇവിടെ ആ ഒരു ഗ്യാപ്പ് കുറവ് കാരണം അവർക്ക് കുറച്ചാണ് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് കുട്ടികൾ മിഴിയഴക് നിറയും രാധ എന്ന പാട്ടിന് നൃത്തം ചെയ്യുകയാണ്. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് വയ്യ, വളരെ ക്ഷീണിച്ച് കുറേ നേരം കൊണ്ടേ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയുടെ അമ്മയും അനിയത്തിയാണെന്ന് തോന്നുന്നു, കുടിക്കാൻ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അത് വിഷമിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോഴുള്ള എല്ലാ ഉത്സവങ്ങളിലും ഇതുപോലൊരു ആന മസ്റ്റാണല്ലോ, അതുകൊണ്ട് ഇവിടെയും ഉണ്ട് കേട്ടോ. ഈ ഫ്ലോട്ടിൻ്റെ വിഷ്വൽസൊക്കെ എനിക്ക് തോന്നുന്നു അത് താഴെ നമുക്ക് റോഡിൽ നിന്ന് എടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗിയായിട്ട് തോന്നിക്കുന്നതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കേട്ടോ. കാരണം ഹൈറ്റിൽ നിൽക്കുമ്പോഴത്തേക്കും അവരുടെ ഫേസ് ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ. ഈ ഫ്ലോട്ടിലെ ആ കഴുത്തൊന്ന് തിരിക്കാനായിട്ട് അവർ ആ കയറ് കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട്. ആ ബുദ്ധിമുട്ടിയാൽ മാത്രമേ നല്ലതായിട്ടുള്ളൊരു ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലേ. നമ്മുടെ ദളപതിയുടെ പാട്ടില്ലെങ്കിൽ എന്ത് ഡാൻസ്, എന്ത് ആഘോഷം അല്ലേ.
ഇത് കേട്ടപ്പോൾ ഞാനടക്കം എൻ്റെ അടുത്തുണ്ടായിരുന്ന പെൺകുട്ടികൾ വരെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ദാ ഇവിടെ ഒരു വലയം കൊണ്ട് ഒരു കുട്ടിയെ സംരക്ഷിക്കുകയാണ് കേട്ടോ. ഒരു കൊച്ചു കുട്ടി അതിനിടയിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ക്യാമറയിൽ എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു കുട്ടിക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് ഒരു വലയം തീർത്തിരിക്കുന്നത് കേട്ടോ. ഒരു കൊച്ചു കുട്ടി ആരെന്നോലും അറിയില്ല, അത് ഇപ്പോഴേ തുള്ളിക്കൊണ്ട് കിടക്കുക. അങ്ങനെ 2026 ആയിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഘോഷയാത്ര അവസാനിക്കുകയാണ്. ഇനി അടുത്ത വർഷം ഇതിലും അതിഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങളും ഡാൻസുകളും ഫ്ലോട്ടുകളും ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് അടുത്ത വർഷം എല്ലാവരും ഇതുപോലെ ഒത്തുകൂടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, എൻ്റെ നാട്ടിലെ ആഘോഷം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ.